തൃശൂർ ചൂണ്ടലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് മുകളിൽ മരം വീണു. ഇന്ന് രാവിലെയാണ് മരം വീണത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മരം വീണതിന് പിന്നാലെ പ്രദേശത്ത് ഗതാഗത തടസ്സപ്പെട്ടു. അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ +1 വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു. സ്കൂൾ ഹോസ്റ്റലിലായിരുന്നു മർദ്ദനം. 6+1 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനമേറ്റ കുട്ടിയുടെ രക്ഷിതാക്കൾ മാന്നാർ പോലീസിൽ പരാതി നൽകി. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുത്തു. അവിടെ സ്കൂളിലെത്തിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളതും മോന് ഇതുപോലെ തന്നെ അടികൊണ്ട് ബോധം കെട്ട ഒരവസ്ഥയിൽ പോവുകയും മറ്റുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ അടി കൊള്ളുകയും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് മോനെ അന്നത്തെ രാത്രി ദിവസം ഈ അടിയുണ്ടായി മോൻ ബോധം കെട്ട സമയത്ത് മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസമാണ് ഞാനവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതും. അതിനുശേഷം ഞാൻ മോനെ അവിടെ നിന്ന് ഗേറ്റ് പാസും എല്ലാം വാങ്ങിച്ച് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചെയ്തു. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ മോൻ ഇവിടെ പഠിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ഭാഗത്തു നിന്നാണ് അവരുടെ ഒരു സംസാരം ഉണ്ടായത്. അപ്പം ഇത് ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർക്ക് കർശനമായ നടപടി കൊടുക്കണമെന്നാണ് എനിക്ക് താല്പര്യം. 11ാർ വിളിക്കുമെന്ന് പറഞ്ഞ് ഒരു 10ാം ക്ലാസ്സിലെ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഉദയഗിരി ഹൗസിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് 2 ചേട്ടന്മാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞ സമയത്ത് എൻ്റെ കരണത്തടിച്ചു. എന്നിട്ട് എന്നെ വേറൊരു നടുക്കത്തെ ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഓരോരുത്തരുടെയും പേരൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ഓരോ പേര് തെറ്റിച്ചെന്നും പറഞ്ഞ് എൻ്റെ കർണത്ത് കുറേ വട്ടം അടിച്ച് പുറത്തും വയറ്റത്തും ഒക്കെ ഇടിച്ചു. ഇതിന് മുമ്പ് ഇതേപോലെ കുറേ വട്ടം റാഗിങ് കേസ് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരെയും അവർ കുറേ തവണ മർദ്ദിച്ചു.